കണ്ണൂരിലെ ഇടതു വലത് കക്ഷികൾ NDAയുടെ വിജയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി NDA സ്ഥാനാർത്ഥി C. രഘുനാഥ്. കള്ളവോട്ടിന്റെ കേന്ദ്രമായ കണ്ണൂരിൽ വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രഘുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കല്യാശ്ശേരിയിൽ നടന്ന കള്ളവോട്ട് അതിന്റെ ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്നത്തെ BLOമാരെയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെയും കളക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി ഈ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അത് ഗവൺമെൻറ് തന്നെ ശരിവച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ണൂരിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ NDAയുടെ വിജയം അട്ടിമറിക്കാൻ നടത്തുന്ന കുൽസിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ കള്ളവോട്ട് പരിപാടിയെ ഞങ്ങൾ കാണുന്നത്. കാലാകാലങ്ങളിൽ 10,000-കണക്കിന് കള്ളവോട്ടുകൾ കണ്ണൂർ പാർലമെൻറ്റിനകത്ത് ചെയ്യാറുണ്ട്. ഓരോ ബൂത്തിനകത്ത് ചെയ്യേണ്ട കള്ളവോട്ടുകളുടെ എണ്ണം ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നൽകിക്കൊണ്ട് ഇല്ലാത്ത വോട്ടുകൾ ചെയ്ത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് മിനിയാന്ന് നടന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വിഘാതമായി തീരും. അതിനുവേണ്ടി പരിശ്രമമാണ് LDFിൻ്റെയും UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് തടയാൻ നമുക്ക് സാധിക്കണം. കാലാകാലങ്ങളിൽ 10,000-കണക്കിന് കള്ളവോട്ടുകൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്യാറുണ്ട്. ഓരോ ബൂത്തിനകത്തും ചെയ്യേണ്ട കള്ളവോട്ടുകളുടെ എണ്ണം ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് നൽകിക്കൊണ്ട് ഇല്ലാത്ത വോട്ടുകൾ ചെയ്ത് അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിന്റെ ആദ്യ ഉദാഹരണമാണ് ഇന്നലെ കഴിഞ്ഞതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.